ത്രിയേക ദൈവത്തിൻ്റെ ധന്യതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ക്രിസ്തുവേശുവിൽ അനുഗ്രഹിക്കപ്പെട്ട മർത്തമറിയം വനിതാ സമാജാംഗങ്ങളെ, അഖിലമലങ്കര മർത്തമറിയം വനിതാ സമാജത്തിൻ്റെ കേന്ദ്ര പരീക്ഷയുടെ പ്രിപ്പറേഷൻ്റെ ഭാഗമായുള്ള 6ാമത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം പഠിക്കുവാൻ പോകുന്നത്, നമുക്ക് പഠിക്കുവാനായി തന്നിരിക്കുന്ന ടെക്സ്റ്റ് ബുക്ക് വീണ്ടെടുക്കുന്ന ക്രിസ്തു, രൂത്തിൻ്റെയും എസ്തേറിൻ്റെയും പുസ്തകങ്ങളിലൂടെ എന്ന പുസ്തകത്തിലെ അധ്യായം 5 എസ്തേർ മനുഷ്യപ്രവൃത്തിയിൽ വെളിപ്പെടുന്ന ദൈവകരം, പേജ് നമ്പർ 20. രൂത്തിൻ്റെ പുസ്തകം നാം ഓൾറെഡി കണ്ടു കഴിഞ്ഞിരിക്കുന്നു. 4 അധ്യായങ്ങളുള്ള രൂത്തിൻ്റെ പുസ്തകം നാം പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്നു മുതൽ ഈ ക്ലാസ്സിൽ നാം എസ്തേറിൻ്റെ പുസ്തകം ആരംഭിക്കുവാനായിട്ട് പോകുന്നു. നമുക്കറിയാം, എസ്തേർ വളരെ പ്രത്യേകതയുള്ള ഒരു പഴയ നിയമത്തിലെ ഒരു പുസ്തകമാണ് എസ്തേറിൻ്റെ പുസ്തകം. പഴയ നിയമത്തിൽ സ്ത്രീയുടെ പേരിൽ അറിയപ്പെടുന്ന 2ാമത്തെ പുസ്തകമാണ് എസ്തേറിൻ്റെ പുസ്തകം. ഓൾറെഡി നാം ആമുഖമൊക്കെ കണ്ടു കഴിഞ്ഞതാണ്. എങ്കിൽ കൂടി ഈ ഒരു അധ്യായത്തിൽ പ്രധാനമായിട്ടും എസ്തേറിൻ്റെ പുസ്തകത്തെക്കുറിച്ചുള്ള ഒരു വിവരണവും പശ്ചാത്തലവും അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉള്ളടക്കവും പ്രധാനമായിട്ടുള്ള ചിന്തകളുമാണ് ഈ ഒരു അധ്യായത്തിൽ ജനറൽ ആയിട്ടുള്ള ചിന്തകളായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. നമുക്കറിയാം, ഒട്ടേറെ പ്രത്യേകതകളുള്ള ഒരു പഴയ നിയമത്തിലെ പുസ്തകമാണ് എസ്തേറിൻ്റെ പുസ്തകം. രൂത്തിൻ്റെ പുസ്തകം പോലെ തന്നെ ഒരു സ്ത്രീയുടെ പേരിൽ എഴുതിയിട്ടുള്ള ഒരു പഴയ നിയമത്തിലെ പുസ്തകമാണ് എസ്തേറിൻ്റെ പുസ്തകം എന്ന് പറയുന്നത്. ഈ ഒരു എസ്തേറിൻ്റെ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം, ഓരോ മനുഷ്യ ജീവിതത്തിലും നാം ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഈ ഭൂമിയിൽ ഒരു നിയോഗമുണ്ട്. എന്തെങ്കിലുമൊക്കെ ചില ഉത്തരവാദിത്തങ്ങൾ ദൈവം ഏൽപ്പിച്ചിട്ടാണ് ഈ ഭൂമിയിലേക്ക് നമ്മളെ വിട്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ ജീവിതത്തിലും ഓരോ നിയോഗങ്ങൾ ഉണ്ടാകും എന്ന് നമ്മെ വെളിപ്പെടുത്തി തരുന്ന ഒരു ശ്രേഷ്ഠമായ പുസ്തകമാണ് പഴയ നിയമത്തിലെ എസ്തേറിൻ്റെ പുസ്തകവും. അതാണ് എസ്തേറിൻ്റെ ജീവിത കഥയും നമ്മെ പഠിപ്പിക്കുന്നത്. എസ്തേറിൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു പ്രധാന നിയോഗം, തൻ്റെ ജനതയെ രക്ഷപ്പെടുത്തുക എന്നുള്ള ഒരു പ്രധാന നിയോഗം ദൈവം ഏൽപ്പിച്ചു കൊടുത്ത ഒരു വനിതയാണ് എസ്തേർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, എസ്തേറിൻ്റെ പുസ്തകം നാം നോക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിൽ നെഹമ്യാവിൻ്റെ പുസ്തകം കഴിഞ്ഞിട്ട് എസ്തേറിൻ്റെ പുസ്തകം, അതിനുശേഷം ഇയ്യോബിൻ്റെ പുസ്തകവും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇതിൽ മൊത്തമായിട്ട് 10 അധ്യായങ്ങളാണുള്ളത്. രൂത്തിൻ്റെ പുസ്തകത്തിൽ 4 അധ്യായങ്ങളാണ് എങ്കിൽ എസ്തേറിൻ്റെ പുസ്തകത്തിൽ പ്രധാനമായിട്ട് 10 അധ്യായങ്ങളാണുള്ളത്. അതുപോലെ തന്നെ എസ്തേറിൻ്റെ പുസ്തകത്തിൻ്റെ ഒരു പ്രധാന പ്രത്യേകത, ഒന്നാമത്തെ ചോദ്യമായിട്ട് നമുക്ക് എടുക്കാം. ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെയുണ്ട് എസ്തേറിൻ്റെ പുസ്തകത്തിൻ്റെ ഒരു പ്രധാന പ്രത്യേകത. ഇവിടെ എസ്തേറിൻ്റെ പുസ്തകത്തിൽ, ഇത് വിശുദ്ധ വേദപുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്ന ഒരു പുസ്തകമായിട്ടുകൂടി, ദൈവം എന്ന പദമോ അല്ലെങ്കിൽ ദൈവത്തെ സൂചിപ്പിക്കുന്ന മറ്റേതെങ്കിലും പേരുകളോ കാണുന്നില്ല എന്നുള്ള സവിശേഷതയാണ് എസ്തേറിൻ്റെ പുസ്തകത്തിൽ നാം കാണുന്നത്. ദൈവം എന്ന പദമോ ദൈവത്തെ സൂചിപ്പിക്കുന്നതിനുള്ള മറ്റെന്തെങ്കിലും പേരുകളോ ഈ പുസ്തകത്തിൽ കാണുന്നില്ല. എന്നാൽ നമുക്ക് കാണാൻ പറ്റും, ദൈവാശ്രയത്തിൻ്റെയും സ്വന്തം ജനത്തിൻ്റെ രക്ഷയ്ക്കും വീണ്ടെടുപ്പിനും വേണ്ടി ഒരു ദൈവകൃപയുടെ നിഴലിൽ പ്രവർത്തിക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുവെങ്കിലും ദൈവം എന്നുള്ള പദം ഡയറക്റ്റായിട്ട് എവിടെയും കാണുന്നില്ല. ഇനി അടുത്തതായിട്ട് നമുക്ക് പഠിക്കുവാനുള്ളത്, എസ്തേറിൻ്റെ പുസ്തകം നമുക്ക് നൽകുന്ന ഒരു ഉത്തമ പാഠം എന്ത്? എസ്തേറിൻ്റെ പുസ്തകം നമുക്ക് നൽകുന്ന ഒരു ഉത്തമ പാഠം പ്രധാനമായിട്ടും ദൈവകൃപ, അതാണ് നാം ഓർക്കേണ്ടത്. ദൈവകൃപയുടെ ഉത്തമ പാഠമാണ് എസ്തേറിൻ്റെ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. ഇവിടെ അതിന് കൊടുത്തിരിക്കുന്ന ഒരു പേരാണ് ഒയ്ക്കണോമിയ എന്നുള്ള ഒരു പേരാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ദൈവകൃപയുടെ ഉത്തമ പാഠം, അതായത് സ്വന്തം ജനത്തിൻ്റെ രക്ഷയ്ക്കും വീണ്ടെടുപ്പിനും വേണ്ടി രഹസ്യാത്മകമായി പ്രവർത്തിക്കുന്ന ദൈവകൃപ, സ്വന്തം ജനത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവകൃപ, അതാണ് എസ്തേറിൻ്റെ പുസ്തകം നമുക്ക് നൽകുന്ന പ്രധാനമായിട്ടുള്ള പാഠം എന്ന് പറയുന്നത്. ഇനി എസ്തേറിൻ്റെ പുസ്തകം വിശുദ്ധ വേദ പുസ്തകത്തിൽ എവിടെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഇത് നാം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, പഴയ നിയമത്തിൽ
പ്രധാനമായിട്ടും തിരുവെഴുത്തുകൾ എന്ന വിഭാഗം, കെത്തുബീം എന്നാണ് അതിന് പറയുന്നത്. കെത്തുബീം, അതായത് തിരുവെഴുത്തുകൾ എന്ന വിഭാഗത്തിലാണ് എസ്തേറിൻ്റെ പുസ്തകം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതായത് നെഹമ്യാവിൻ്റെയും ഇയ്യോബിൻ്റെയും പുസ്തകത്തിൻ്റെ മധ്യഭാഗത്തായിട്ട് നടുവിലായിട്ട് എസ്തേറിൻ്റെ പുസ്തകം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ നാം ഒന്നും ചിന്തിച്ചാൽ നമുക്കറിയാം എന്താണ് ഈ കെത്തുബീം അല്ലെങ്കിൽ തിരുവെഴുത്തുകൾ എന്നൊക്കെ പറഞ്ഞാൽ. ഹീബ്രു ബൈബിളിൽ നാം പഠിക്കുമ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ള ഓൾഡ് സ്ക്രിപ്റ്റേഴ്സ് നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ ട്രഡീഷണൽ ഓർഡർ ഓഫ് സ്ക്രിപ്ചർ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിന് കൊടുക്കുന്ന ഒരു പേരാണ് തനാഖ് എന്നാണ്. ഈ ഹീബ്രു വേദപുസ്തകത്തിലേക്ക് നമുക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കുന്നത്, അല്ലെങ്കിൽ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ പഴയ നിയമത്തെ നാം 3ആയിട്ട് നമുക്ക് തരംതിരിക്കുവാനായിട്ട് സാധിക്കുന്നു, പഴയ നിയമ പുസ്തകങ്ങളെ. അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് തോറ. ഒരുപക്ഷെ നമ്മൾക്ക് കേട്ടിട്ടുള്ള ഒരു വാക്കായിരിക്കാം തോറ എന്ന് പറയുന്നത്. തോറ അല്ലെങ്കിൽ നിയമം, മോശയുടെ ന്യായപ്രമാണം എന്ന് പറയുന്നു. മോശയുടെ 5 പുസ്തകങ്ങൾ, അതായത് പഴയ നിയമത്തിലെ ആദ്യത്തെ 5 പുസ്തകങ്ങളെ നമ്മൾ പറയുന്നത് തോറയുടെ പുസ്തകങ്ങൾ, തോറ എന്നാണ് പറയുന്നത്. മോശയുടെ ന്യായപ്രമാണ പുസ്തകങ്ങൾ, ഉൽപ്പത്തി പുസ്തകം, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തന പുസ്തകങ്ങൾ. ഇനി രണ്ടാമത്തെ ഡിവിഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സെക്ഷൻ എന്ന് പറയുന്നത് നെവീം എന്നുള്ള സെക്ഷനാണ് രണ്ടാമത്തെ സെക്ഷൻ. ഇത് പ്രവാചകന്മാരുടെ പുസ്തകങ്ങളെയാണ് പ്രധാനമായിട്ടും ഈ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കേണ്ടത്. അതായത് മേജർ പ്രോഫിറ്റ്സ് ആൻഡ് മൈനർ പ്രോഫിറ്റ്സ്, 2 തരത്തിലുള്ള മുഖ്യ പ്രവാചകന്മാരെയും ചെറിയ പ്രവാചകന്മാരെയും ഒരുമിച്ച് ആ പുസ്തകങ്ങളൊക്കെയും, അതായത് ജോഷുവ, ന്യായാധിപന്മാർ, സാമുവേൽ, ഐസയ, ജെറമിയ, രാജാക്കന്മാർ, എസക്കിയേൽ, ഹോശേയ മുതൽ മാലാഖി വരെയുള്ള 12 ചെറിയ പ്രവാചകന്മാരും ഉൾപ്പെടുന്നതാണ് നെവീം എന്ന സെക്ഷൻ. 3-ാമത്തെ സെക്ഷനിൽ വരുന്നതാണ് കെത്തുബീം എന്ന് പറയുന്നത്. ഇതിന് പറയുന്നത് തിരുവെഴുത്തുകൾ അഥവാ റൈറ്റിംഗ്സ് എന്നാണ് ഈ ഭാഗത്തിന് പറയുന്നത്. ഇവിടെയാണ് പ്രധാനമായിട്ടും രൂത്തിൻ്റെയും എസ്തേറിൻ്റെയും പുസ്തകങ്ങളൊക്കെയും കാണാൻ പറ്റുന്നത്. ഈ 3-ാമത്തെ സെക്ഷനിലാണ്, കെത്തുബീം എന്നുള്ള സെക്ഷനിലാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എസ്തേറിൻ്റെ പുസ്തകം എവിടെ എന്ന് ചോദിച്ചാൽ തിരുവെഴുത്തുകൾ എന്നുള്ള സെക്ഷൻ, അതായത് കെത്തുബീം എന്നുള്ള സെക്ഷനിലാണ് എസ്തേറിൻ്റെ പുസ്തകം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. നെഹമ്യാവിൻ്റെയും ഇയ്യോബിൻ്റെയും പുസ്തകങ്ങളുടെയും ഇടയിലായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നാം കാണുന്നത് ഈ എസ്തേറിൻ്റെ പുസ്തകം എഴുതുവാനുള്ള പ്രധാനമായിട്ടുള്ള പശ്ചാത്തലത്തെക്കുറിച്ചാണ് കാണുന്നത്. അപ്പം പശ്ചാത്തലത്തെക്കുറിച്ച് ചോദിച്ചാൽ പ്രധാനമായും ഓർക്കേണ്ടത് ഈ എസ്തേറിൻ്റെ പുസ്തകത്തിലെ സംഭവങ്ങൾ, ഇതൊരു സംഭവ കഥയാണ്, അല്ലെങ്കിൽ നടന്ന കുറച്ച് കാര്യങ്ങളാണ്, സംഭവങ്ങളെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഈ സംഭവങ്ങൾ എന്നാണ് നടന്നിരിക്കുന്നത്, എവിടെയാണ് നടന്നിരിക്കുന്നത്, ഇതൊക്കെയാണ് ആദ്യമായി നാം പശ്ചാത്തലം പറയുമ്പോൾ ഓർക്കേണ്ടത്. ഒന്നാമതായിട്ട് ഓർക്കേണ്ടത് ഇത് പേർഷ്യ അഥവാ ബാബിലോൺ രാജ്യത്ത് നടന്ന സംഭവങ്ങളാണ് എസ്തേറിൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. അതായത് ഇവിടുത്തെ ഒരു പ്രധാന പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ യഹൂദന്മാർ പ്രവാസകാലത്ത് ബാബിലോണിൽ ബാബിലോൺ അഥവാ പേർഷ്യയിൽ പ്രവാസികളായിരുന്നപ്പോൾ ആ പ്രവാസകാലത്ത് ഉണ്ടായ അവരുടെ ജീവിത പശ്ചാത്തലവും അവരുടെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവവുമാണ് പ്രധാനമായിട്ടും ഇവിടെ കാണുന്നത്. യഹൂദന്മാരുടെ ബാബിലോണിലെ പ്രവാസകാലത്തുണ്ടായ സംഭവം, പ്രധാന സംഭവമാണ് ഈ എസ്തേറിൻ്റെ പുസ്തകത്തിൽ കാണുന്നത്. ഇനി ഈ എസ്തേറിൻ്റെ പുസ്തകത്തിൽ കാണുന്ന സംഭവങ്ങൾ ഏത് രാജാവിൻ്റെ കാലത്താണ് നടന്നത്? അഹശ്വേരോശ് രാജാവിൻ്റെ കാലഘട്ടത്തിൽ, ഭരണകാലത്ത് നടന്ന സംഭവങ്ങളാണ് എസ്തേറിൻ്റെ പുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്നത്. ഇനി വളരെ സ്പെസിഫിക് ആയിട്ട് ചോദിച്ചാൽ അഹശ്വേരോശ് രാജാവ് എവിടെ താമസിക്കുമ്പോൾ, അതായത് അദ്ദേഹത്തിൻ്റെ ഏത് രാജധാനിയിൽ വെച്ചുള്ള സംഭവങ്ങളാണ് എസ്തേറിൻ്റെ പുസ്തകത്തിൽ ഉണ്ടായത്? രാജാവിൻ്റെ ശീതകാല ആസ്ഥാനമായ ശൂഷൻ രാജധാനിയിൽ നടന്ന സംഭവങ്ങളാണ് എസ്തേറിൻ്റെ പുസ്തകത്തിൽ വിവരിക്കുന്നത്. നമുക്ക് മുന്നോട്ട് വരുമ്പോൾ ഈ പുസ്തകത്തിൽ ഓരോ അധ്യായങ്ങളിലെ സംഭവങ്ങൾ നാം വിശദമായിട്ട് പഠിക്കും. അപ്പോൾ പ്രധാനമായിട്ട് ഇപ്പോൾ ഓർക്കുക, അഹശ്വേരോശ് രാജാവിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ശീതകാലം, ശൈത്യകാലത്ത് അദ്ദേഹം വസിച്ചിരുന്ന ശൂഷൻ രാജധാനിയിൽ നടന്ന സംഭവങ്ങളാണ് എസ്തേറിൻ്റെ പുസ്തകത്തിൽ നാം കാണുന്നത്. അതുപോലെ തന്നെ എസ്തേറിൻ്റെ പുസ്തകം എഴുതിയ കാലഘട്ടവും നാം ഓൾറെഡി ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞതാണ്.
എങ്കിൽ പോലും ഒരിക്കൽ കൂടി നാം ഓർക്കുക, BC 483-82 കാലഘട്ടം മുതൽ BC 473 വരെ അവസാനിക്കുന്ന കാര്യങ്ങൾ, ആ സമയത്ത് നടന്ന സംഭവങ്ങളാണ് എസ്തേറിൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ഇനി എസ്തേറിൻ്റെ പുസ്തകത്തിലെ പ്രധാനമായിട്ടുള്ള കഥാപാത്രങ്ങൾ ആരൊക്കെയാണെങ്കിൽ, പ്രധാന വ്യക്തികൾ ആരൊക്കെയെന്ന് ചോദിച്ചാൽ പ്രധാനമായും 3 വ്യക്തികളുടെ പേരുകളാണ് നാം ഓർക്കേണ്ടത്. ഒന്ന് ഏത് രാജാവിൻ്റെ കാലഘട്ടത്താണ്? അഹശ്വേരോഷ് രാജാവിൻ്റെ കാലത്ത്. രണ്ടാമതായിട്ട് നാം ഓർക്കേണ്ടത് തീർച്ചയായിട്ടും എസ്തേറിൻ്റെ പുസ്തകമാകുമ്പോൾ എസ്തേർ എന്ന പേര് നാം ഓർക്കുക. ഇനി എസ്തേറിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റൊരു യഹൂദനായ എസ്തേറിൻ്റെ വളർത്തപ്പനായ മൊർദെഖായി എന്ന പേര് ഓർക്കുക. നാലാമതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഈ സംഭവങ്ങളൊക്കെയും നടക്കുവാൻ തക്കവണ്ണം കാരണക്കാരനായ യഹൂദന്മാരുടെ ശത്രുവായിരുന്ന ഹാമാൻ എന്ന പ്രഭു. അദ്ദേഹം അഹശ്വേരോഷ് രാജാവിൻ്റെ രാജധാനിയിലെ ഒരു പ്രധാന പ്രഭുവായിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരാളാണ് ഹാമാൻ. അപ്പോൾ ഈ 4 കഥാപാത്രങ്ങളാണ് പ്രധാനമായിട്ട് നാം ഓർക്കേണ്ടത്. അതുപോലെ തന്നെ ഇത് എഴുതുവാനുള്ള പ്രധാന പശ്ചാത്തല കാലഘട്ടം എന്ന് പറഞ്ഞാൽ ബാബിലോണിലെ യഹൂദന്മാരുടെ പ്രവാസ കാലഘട്ടമായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഒരു നട്ഷൽ അല്ലെങ്കിൽ ഒരു ക്രോഡീകരിച്ച് നാം ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും, എസ്തേർ ഒരു യഹൂദ സ്ത്രീയായിരുന്നു. തൻ്റെ ജനത്തെ രക്ഷിക്കുവാനായിട്ട് ഒരു രാജ്ഞിയാകപ്പെട്ട ഒരു സാധാരണ യഹൂദ സ്ത്രീ ആയിരുന്നു എസ്തേർ എന്ന് പറയുന്നത്. അഹശ്വേരോഷ് രാജാവിൻ്റെ രാജ്ഞിയായി തീർന്ന് അങ്ങനെ തൻ്റെ ജനത്തെ സംരക്ഷിക്കുക എന്ന വലിയൊരു നിയോഗം ഏറ്റെടുത്ത ഒരു വനിതാ രത്നമാണ് എസ്തേർ എന്ന് പറയുന്നത്. എന്നാൽ അപ്പോൾ എസ്തേറിൻ്റെ വളർത്തപ്പനായ മൊർദെഖായി ഈ അഹശ്വേരോഷ് രാജാവിൻ്റെ കൊട്ടാരത്തിലെ ഒരു പ്രധാന ഉദ്യോഗസ്ഥനായിരുന്നു. എസ്തേറിൻ്റെ മാതാപിതാക്കൾ മരിച്ചുപോയപ്പോൾ എസ്തേറിനെ വളർത്തിയ ചിറ്റപ്പനായിരുന്നു. മൊർദെഖായിയുടെ ചിറ്റപ്പൻ്റെ മകളാണ് എസ്തേർ എന്ന് പറയുന്നത്. മൊർദെഖായിയുടെ ചിറ്റപ്പൻ്റെ മകളായ എസ്തേറിനെ വളർത്തിയത് മൊർദെഖായി തന്നെയാണ്. ഇനി ഈ എന്താണ് ഇതിലെ പ്രധാന പ്രതിവാദി വിഷയം, അല്ലെങ്കിൽ യഹൂദന്മാർക്ക് ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുവാനായിട്ടും എസ്തേറിന് ഇങ്ങനെ ഒരു വലിയ ദൗത്യം ഏറ്റെടുക്കുവാനും ഉണ്ടായ പ്രധാന കാരണം എന്താണ്? മൊർദെഖായി, ഞാൻ പറഞ്ഞതുപോലെ ഹാമാൻ എന്ന് പറയുന്നത് അഹശ്വേരോഷ് രാജാവിൻ്റെ രാജകൊട്ടാരത്തിലെ ഒരു പ്രധാന പ്രഭുവായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്നൊരു സ്ഥാനക്കയറ്റം കൊടുത്ത പ്രഭുക്കന്മാരിൽ ഉന്നതനായിട്ട് ഒരു സ്ഥാനം അഹശ്വേരോഷ് രാജാവ് കൊടുക്കുകയും അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു ഓർഡർ പുറപ്പെടുവിക്കുകയും ചെയ്തു, എല്ലാവരും വന്ന് ഹാമാനെ നമസ്കരിക്കണം. എന്നാൽ മൊർദെഖായി മാത്രം, യഹൂദനായ മൊർദെഖായി മാത്രം ഹാമാനെ നമസ്കരിക്കുവാനായിട്ട് വിസമ്മതിച്ചതുകൊണ്ട്, മൊർദെഖായിയെ മാത്രമല്ല, മൊർദെഖായി ഒരു യഹൂദനാണെന്ന് അറിഞ്ഞതുകൊണ്ട് മൊർദെഖായിയുടെ യഹൂദ ജനത്തെ മുഴുവനായും നശിപ്പിക്കുവാനായിട്ടുള്ള ഒരു തീരുമാനം, ഗൂഢാലോചനയിലേക്കാണ് ഹാമാൻ എത്തിച്ചേരുന്നതും. അപ്പോഴാണ് മൊർദെഖായിയുടെ നിർദ്ദേശപ്രകാരം എസ്തേർ അഹശ്വേരോഷ് രാജാവിൻ്റെ രാജ്ഞിയായി തീർന്ന് തൻ്റെ ജനത്തെ എങ്ങനെ രക്ഷപ്പെടുത്താം എന്ന് രാജ്ഞിയായി തീർന്ന എസ്തേർ ഇടപെടുന്നതും, യഹൂദ ജനത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഇടപെടുന്നതുമാണ് എസ്തേർ എന്ന പുസ്തകത്തിൻ്റെ പ്രധാന പശ്ചാത്തലം എന്ന് പറയുന്നത്. അങ്ങനെ ഈ യഹൂദന്മാരുടെ വിമോചനവും യഹൂദന്മാരുടെ ഈ രക്ഷപ്പെടൽ, ഹാമാനിൽ നിന്നുള്ള വിമോചനത്തിൻ്റെ അല്ലെങ്കിൽ രക്ഷപ്പെടലിൻ്റെ സൂചനയായിട്ട്, സ്മരണ നിലനിർത്തുവാനായിട്ടാണ് യഹൂദന്മാർ പൂരീം ഉള്ള ഒരു യഹൂദ ആഘോഷം നടത്തുന്നത്. അങ്ങനെ ഈ എസ്തേറിൻ്റെ പുസ്തകത്തിൽ നാം കാണുമ്പോൾ പൂരീം എന്ന യഹൂദന്മാരുടെ ഫെസ്റ്റിവലിന് മുഖാന്തരമായി തീർന്ന ഒരു സംഭവമാണ് എസ്തേറിൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇനി അടുത്തതായിട്ട് പേജ് നമ്പർ 21 പ്രധാനമായിട്ട് പറയുന്നത് എസ്തേർ എന്ന പദത്തിൻ്റെ അർത്ഥമാണ് പറയുന്നത്. ഇതിലെ 2 തരത്തിൽ, ഒരു പേർഷ്യൻ മീനിങ്ങും ഹീബ്രു മീനിങ്ങുമാണ് എസ്തേർ എന്ന പദത്തിനുള്ളത്. പേർഷ്യൻ മീനിങ്ങിൽ എസ്തേർ എന്ന പദത്തിൻ്റെ അർത്ഥം നക്ഷത്രം അഥവാ ഹിഡൻ ലൈറ്റ്, മറഞ്ഞിരിക്കുന്ന പ്രകാശം എന്നും അല്ലെങ്കിൽ നക്ഷത്രം എന്നൊക്കെയാണ് എസ്തേർ എന്ന പദത്തിൻ്റെ പേർഷ്യൻ അർത്ഥമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇനി ഹീബ്രു വേർഡ്, ഈ എസ്തേർ എന്ന പേരിൻ്റെ ഹീബ്രു പദമാണ് ഹദസെ.
ഹദസെ എന്നാണ് ഹീബ്രു നെയിം. അതിൻ്റെ മീനിങ് കറ്റാർ വാഴ എന്നാണ് അറിയപ്പെടുന്നത്. കറ്റാർ വാഴ എന്നുള്ള ഒരു പദമാണ് അതറിയപ്പെടുന്നത്. ഇനി അടുത്തതായിട്ട് മറ്റൊരു ചോദ്യം ഇവിടെ ഉള്ളത്, എസ്തേറിൻ്റെ എബ്രായ നാമം എന്ത്, അത് സൂചിപ്പിക്കുന്നത് എന്ത്, അല്ലെങ്കിൽ അത് വെളിപ്പെടുത്തുന്നത് എന്ത്, അല്ലെങ്കിൽ ഹദസെ എന്ന പദം വെളിപ്പെടുത്തുന്നത് എന്ത്? ഇങ്ങനെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നാം പറയേണ്ടത് നീതിയെയും സൗന്ദര്യത്തെയും മനോബലത്തെയും പ്രതിരോധശേഷിയെയും വെളിപ്പെടുത്തുന്നു എന്നാണ് ഹദസെ എന്ന പദം നമ്മെ വെളിപ്പെടുത്തുക, അല്ലെങ്കിൽ എസ്തേറിൻ്റെ എബ്രായ നാമം വെളിപ്പെടുത്തുന്നത് നീതിയെയും സൗന്ദര്യത്തെയും മനോബലത്തെയും പ്രതിരോധശേഷിയെയും ഒക്കെയാണ് ഈ ഒരു പദം കൊണ്ട് വെളിപ്പെടുത്തുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് മുന്നോട്ട് പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, മൊർദെഖായിയുടെയും എസ്തേറിൻ്റെയും ജീവിതം എന്ന് പറയുന്നത് ഒരു വലിയ സാക്ഷ്യമാണ്. ഒരു യഹൂദന്മാരുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ സാക്ഷ്യമാണ് മൊർദെഖായിയുടെയും എസ്തേറിൻ്റെയും ജീവിതം നൽകുന്നത്. അപ്പോൾ മൊർദെഖായിയുടെയും എസ്തേറിൻ്റെയും ജീവിതം സാക്ഷ്യം നൽകുന്നത് എന്ത്? പ്രധാനമായിട്ടൊരു 3 പോയിന്റാണ് ആ ഒരു 21-ാമത്തെ പേജിൽ ആദ്യത്തെ പാരഗ്രാഫിൻ്റെ അവസാന ഭാഗത്തായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്താണ് ആ 3 പോയിന്റുകൾ? ഒന്ന്, യഹൂദന്മാർ തങ്ങളുടെ സ്വത്വം എന്തെന്ന് മറക്കാത്തവരും, അതായത് അവരുടെ സ്വത്വത്തെ മറക്കാത്തവരാണ് യഹൂദന്മാർ. ഓക്കെ. രണ്ടാമത്തെ പോയിന്റ്, യഹൂദന്മാർ ആചാര അനുഷ്ഠാനങ്ങളും വിശ്വാസ ജീവിത നിഷ്ഠയും പിന്തുടരുന്നവരാണ്. അവരുടെ വിശ്വാസ ജീവിതത്തിൽ അവരുടെ അനുഷ്ഠാനങ്ങൾക്ക് ഒരു മാറ്റം പോലും വരുത്താതെ പിന്തുടരുന്നവരാണ് യഹൂദന്മാർ. മൂന്നാമത്തെ പോയിന്റ്, തങ്ങളുടെ പ്രവാസ രാജ്യത്തെ ചുമതലകൾ നിറവേറ്റുവാൻ പരിശ്രമിച്ചവരുമാണെന്ന് എസ്തേറിൻ്റെ മൊർദെഖായിയുടെയും ജീവിതം കൊണ്ട് നമ്മെ സാക്ഷ്യപ്പെടുത്തുന്നു. അപ്പോൾ ആ ഒരു ചോദ്യം പ്രധാനമായിട്ട് ഓർക്കുക. ഇനി അടുത്തതായിട്ട് ഈ ഒരു അധ്യായത്തിലെ ഏറ്റവും പ്രധാനമായ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എസ്തേറിൻ്റെ പുസ്തകത്തിലെ പ്രധാന പ്രതിപാദ്യ വിഷയങ്ങൾ ഏതൊക്കെ? എസ്തേറിൻ്റെ പുസ്തകത്തിലെ പ്രധാന പ്രതിപാദ്യ വിഷയങ്ങൾ എന്ന് പറയുന്നത് 5 പോയിന്റുകളാണ്. ഈ 5 പോയിന്റുകളാണ് ഇവിടെ വിശദമായിട്ട് ഈ അധ്യായത്തിൽ നാം കാണുന്നത്. ഒന്നാമത്തെ പോയിന്റ്, ദൈവജനത്തിൻ്റെ വിമോചനത്തിനുള്ള ദൈവിക പദ്ധതി. എസ്തേറിൻ്റെ പുസ്തകം നമുക്ക് നൽകുന്ന ഒന്നാമത്തെ പ്രതിപാദ്യ വിഷയം ദൈവത്തിൻ്റെ ഇടപെടലും ദൈവജനത്തിൻ്റെ വിമോചനവും. രണ്ടാമത്തെ പോയിന്റായിട്ട് നാം കാണുന്നത് ദൈവജനത്തിന് അന്യോന്യം ഉണ്ടാകേണ്ട കരുതലും ധാർമ്മിക ബാധ്യതയും. മൂന്നാമത്തെ പോയിന്റ്, അനുതാപവും പ്രാർത്ഥനയും ഉപവാസവും പ്രശ്നപരിഹാരത്തിന് മാർഗം തെളിക്കുന്നു. ഇനി അടുത്തതായിട്ട് നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അഹങ്കാരത്തിന് ദൈവം നൽകുന്ന മറുപടി എന്നുള്ളതാണ് നാലാമത്തെ പോയിന്റ്. അഞ്ചാമത്തെ പോയിന്റ്, വിമോചനത്തിനായി നിയോഗിക്കപ്പെടുന്ന വനിത. പ്രധാനമായിട്ട് എസ്തേറിനെ കുറിച്ചാണ് ഈ അഞ്ചാമത്തെ പോയിന്റ് കാണുന്നത്. വിമോചനത്തിനായി നിയോഗിക്കപ്പെടുന്ന വനിത എന്നാണ് അവിടെ കാണുന്നത്. ഈ 5 പോയിന്റുകൾ പ്രധാനമായിട്ട് ഓർത്തിരിക്കുക. പ്രതിപാദ്യ വിഷയങ്ങൾ അല്ലെങ്കിൽ പ്രതിപാദ്യങ്ങൾ, എസ്തേറിൻ്റെ പുസ്തകത്തിലെ പ്രതിപാദ്യങ്ങൾ എന്ന് ചോദിച്ചാൽ ഈ 5 പോയിന്റുകൾ എഴുതുക. ഒന്നാമത്തേതായിട്ട് ദൈവജനത്തിൻ്റെ വിമോചനത്തിനുള്ള ദൈവിക പദ്ധതി. പ്രധാനമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് എസ്തേറിൻ്റെ പുസ്തകം എന്ന് പറയുന്നത് ദൈവം തൻ്റെ ജനത്തെ സ്നേഹിക്കുന്നു എന്നുള്ളതിനും ഈ ദൈവത്തിൻ്റെ ജനത്തിൻ്റെ വിമോചനത്തിനായിട്ട് ദൈവം തന്നെ ഒരു പദ്ധതി തയ്യാറാക്കുന്നു, ഒരു ദൈവിക പദ്ധതി നൽകുന്നു എന്നുമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ, ആദ്യമായി പറഞ്ഞിരുന്നത് പോലെ, ബാബിലോണിൽ പ്രവാസികളായിരുന്ന യഹൂദന്മാരെ മുഴുവൻ കൊല്ലുവാനായിട്ട് ഹാമാൻ തയ്യാറാകുന്നു. അതിനുള്ള കാരണം എന്ന് പറയുന്നത് മൊർദെഖായി ഹാമാനെ കുമ്പിട്ട് നമസ്കരിക്കുവാനായിട്ട് തയ്യാറാകാത്തതിനാൽ യഹൂദന്മാർ മുഴുവൻ കൊല്ലുവാനായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ചാപ്റ്റർ 3:6 നമുക്ക് നോക്കിയാൽ നമുക്കറിയാം, മൊർദെഖായിയാണ് ഹാമാനെ കുമ്പിട്ട് നമസ്കരിക്കാൻ മടിച്ചത്. എന്നാൽ മൊർദെഖായിയെ മാത്രമല്ല, മൊർദെഖായി ഒരു യഹൂദനായതിനാൽ യഹൂദ ജനത്തെ മുഴുവൻ കൊല്ലുവാനായിട്ട് ഹാമാൻ ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ മൊർദെഖായിക്ക് വേണ്ടി ഒരു കഴുമരം ഇവിടെ
തയ്യാറാക്കുന്നതായിട്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ സ്വന്തം ജനത്തെ പ്രതി ദൈവത്തിൻ്റെ കരുതലും അവരുടെ വിമോചനത്തിനുള്ള ദൈവത്തിൻ്റെ മാർഗങ്ങളുമാണ് പ്രധാനമായിട്ട് എസ്തേറിൻ്റെ പുസ്തകത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഹാമാൻ വളരെയധികം പ്രവർത്തനങ്ങൾ മൊർദെഖായിക്കും യഹൂദ ജനത്തിനും എതിരായിട്ട് നടത്തുന്നു. നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മുന്നോട്ടുള്ള അധ്യായങ്ങൾ പഠിക്കുമ്പോൾ ഹാമാന്റെ ഭാര്യ പോലും നിരുത്സാഹപ്പെടുത്തുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഹാമാൻ മൊർദെഖായിക്ക് വേണ്ടി ഒരു തൂക്കുമരം റെഡിയാക്കുന്നു. എന്നാൽ അവസാനം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഹാമാന്റെ അഹങ്കാരത്തിന്റെ പതനമായിട്ട് എസ്തർ രാജ്ഞി പദത്തിലേക്ക് എത്തപ്പെടുന്നു. അതായത് അഹശ്വേരോഷ് രാജാവിൻ്റെ ആദ്യത്തെ രാജ്ഞിയായിരുന്ന വസ്തി രാജ്ഞിക്ക് സ്ഥാനഭ്രംശം സംഭവിക്കുന്നു. അത് നമ്മൾ ആദ്യത്തെ 1-ാമത്തെ ചാപ്റ്റർ മുതൽ നമ്മൾ പഠിക്കുമ്പോൾ അടുത്ത ക്ലാസ്സിൽ നാം കാണുന്നതായിരിക്കും എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളത്. വസ്തി രാജ്ഞിയുടെ സ്ഥാനഭ്രംശം അതാണ് സംഭവിക്കുമ്പോൾ എസ്തേർ അവിടെ ഒരു രാജ്ഞിയായിട്ട് തിരഞ്ഞെടുക്കപ്പെടുവാനായിട്ട് ഒരു അവസരം എസ്തേറിന് ലഭിക്കുന്നു. ഇതൊക്കെ ഒരു ദൈവിക പദ്ധതിയാണ്. യഹൂദന്മാരെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ദൈവിക പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നമുക്കിതിനെയൊക്കെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ സ്വന്തം ജനത്തെ പ്രതിയുള്ള ദൈവത്തിൻ്റെ കരുതലും അവരുടെ വിമോചനത്തിനായിട്ട് ദൈവത്തിൻ്റെ പക്കലുള്ള മാർഗങ്ങളും വെളിവാക്കുന്ന ഒരു പുസ്തകമാണ് എസ്തേറിൻ്റെ പുസ്തകം. അതായത് അതിൻ്റെ പ്രധാന പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത് നമുക്കിവിടെ ദൈവത്തിൻ്റെ നാമം അവിടെ ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ കൂടി ഇവിടെയൊക്കെ അദൃശ്യമായ ഒരു ദൈവത്തിൻ്റെ കരം ഈ ഓരോ സംഭവങ്ങളിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ ദൈവിക പദ്ധതിയുടെ ഭാഗമായിട്ട് യഹൂദന്മാരെ കൊല്ലുവാൻ വേണ്ടി ഉണ്ടാക്കിയ തൂക്കുമരത്തിൽ ഹാമാൻ തന്നെ തൂക്കിലേറ്റപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി 2-ാമത്തെ പോയിന്റായിട്ട് നമുക്ക് കാണുന്നത് ദൈവജനത്തിന് അന്യോന്യം ഉണ്ടാകേണ്ട കരുതലും ധാർമ്മിക ബാധ്യതയും. ക്രിസ്ത്യാനികളായ നാം ഓരോരുത്തർക്കും, വിശ്വാസികളെന്ന് അവകാശപ്പെടുന്ന നാം ഓരോരുത്തർക്കും ഉണ്ടാകേണ്ട ഒരു ഉത്തരവാദിത്വത്തെക്കുറിച്ചാണ് ഇവിടെ കാണിച്ചു തരുന്നത്. എസ്തേറിൻ്റെ പുസ്തകത്തിലെ 2-ാമത്തെ പ്രതിപാദ്യ വിഷയമായിട്ട് കാണുന്നത്. അതായത് ദൈവത്തിൻ്റെ ജനം പലപ്പോഴും പരസ്പരം കരുതേണ്ടവരാണ്. അന്യോന്യം കരുതുകയും ആ ഒരു ധാർമ്മികമായിട്ടുള്ള ബാധ്യത, ഉത്തരവാദിത്വം അവർക്കുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. ഇവിടെ നമുക്ക് 2-ാമത്തെ പോയിന്റ് വായിക്കുമ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം. 1-ാമത്തെ ക്വസ്റ്റ്യൻ ആണത്. എസ്തേറിൻ്റെ പുസ്തകം അതീവ ശക്തമായി പകർന്നു തരുന്ന സന്ദേശം എന്ത്? എസ്തേറിൻ്റെ പുസ്തകം നൽകുന്ന ശക്തമായി നൽകുന്ന ഒരു സന്ദേശം, അതാണ് 2-ാമത്തെ പോയിന്റ് തന്നെയാണ് ആ ഉത്തരം. ദൈവജനത്തിന് അന്യോന്യം ഉണ്ടാവേണ്ട കരുതലും ധാർമ്മിക ബാധ്യതയുമാണ് എസ്തേറിൻ്റെ പുസ്തകം അതിശക്തമായി നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, ബാബിലോണിലെ പ്രവാസത്തിലായിരിക്കുന്ന ഈ യഹൂദന്മാർക്ക് ഒരു പൊതു സ്വഭാവം ഉണ്ടായിരുന്നു. ഈ യഹൂദന്മാരൊക്കെയും പരസ്പരമുള്ള കരുതൽ ഉള്ളവരായിരുന്നു. അതാണ് അതിൻ്റെ ഉത്തരം. ബാബിലോണിൽ പ്രവാസത്തിലായിരുന്ന യഹൂദ ജനത്തിൻ്റെ പൊതു സ്വഭാവം എന്ന് പറയുന്നത് പരസ്പരമുള്ള കരുതൽ. അങ്ങനെയാണ് മൊർദെഖായിയും എസ്തേറും ഒക്കെ ഈ പരസ്പരമുള്ള കരുതലിൻ്റെ ആ ഒരു സ്വഭാവത്തിൻ്റെ ഭാഗമായിട്ടാണ് യഹൂദന്മാരുടെ വിടുതലിനായിട്ടൊക്കെ പ്രവർത്തിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ ബാബിലോണിലെ ഓരോ ചുമതലകളും അവർ നിറവേറ്റുമ്പോഴും ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ് എന്നൊരു അവബോധം, ഒരു ബോധ്യം അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. ഇത് എല്ലാവരുടെയും, എല്ലാ യഹൂദന്മാരുടെയും ഒരു പൊതു സ്വഭാവമായിരുന്നു. പരസ്പരമുള്ള കരുതലും അതുപോലെ ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ് തങ്ങൾ എന്നുള്ള ഒരു വലിയ ബോധ്യവും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു പൊതുവായ ഒരു സ്വഭാവം നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് മുന്നോട്ട് വരുമ്പോൾ കാണാൻ സാധിക്കും, യഹൂദ ജനങ്ങൾക്ക് ഒരു വലിയ സമ്പത്തുണ്ടായിരുന്നു, എല്ലാം അവരുടെ സമ്പത്തായിരുന്നു എന്ന് പറയുന്നു. യഹൂദ ജനതയുടെ സമ്പത്ത് എന്തായിരുന്നു? തങ്ങളുടെ ഉദ്ധാരകനും രക്ഷിതാവുമായ ദൈവത്തെക്കുറിച്ചുള്ള ബോധ്യം അല്ലെങ്കിൽ ദൈവബോധം, ദൈവത്തെക്കുറിച്ച്, ദൈവജനമാണ് തങ്ങളെന്നുള്ള ഒരു ബോധ്യം അവർക്കുണ്ടായിരുന്നു. അതായത് അവരുടെ പൊതു സ്വഭാവം എന്ന് പറയുന്നത് പരസ്പരമുള്ള കരുതലും ദൈവജനം എന്നുള്ള ബോധ്യവും. ഇനി ഇവിടെ ഇവരുടെ സമ്പത്തായിട്ട് പോലും നാം കാണുന്നത് തങ്ങളുടെ രക്ഷിതാവായ ദൈവത്തെക്കുറിച്ചുള്ള അവരുടെ ഈ ബോധ്യം തന്നെയാണ് അവരുടെ വലിയ സമ്പത്ത്. അതുപോലെ തന്നെ ദൈവത്തെക്കുറിച്ചുള്ള ബോധ്യത്തോടൊപ്പം തന്നെ യഹൂദന്മാർ തങ്ങളുടെ ആചാര അനുഷ്ഠാനങ്ങളിൽ വളരെയധികം അല്ലെങ്കിൽ വിശ്വാസ ജീവിതത്തിൽ പാരമ്പര്യത്തിലൊക്കെയും
അടിയുറച്ച ജീവിതശൈലി ഉള്ളവരായിരുന്നു. അപ്പോൾ സ്വന്തം പാരമ്പര്യങ്ങളിൽ അടിയുറച്ച ജീവിതശൈലി, ഈ 2 പോയിന്റുകളാണ് യഹൂദ ജനത്തിന്റെ സമ്പത്ത് എന്തായിരുന്നു എന്ന് ഉള്ള ചോദ്യത്തിന് ഉത്തരമായിട്ട് എഴുതേണ്ടത്. അടുത്തതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ബാബിലോണിലെ ഈ പ്രവാസകാലത്ത് യഹൂദന്മാരുടെയൊക്കെ ക്ഷേമം നിലനിർത്തുന്നതിന് ഒരു ലീഡറായിട്ട് അല്ലെങ്കിൽ ഒരു മുൻപിൽ നിന്ന ഒരു വ്യക്തി ബാബിലോണിലെ പ്രവാസകാലത്തിൽ യഹൂദന്മാരെ കരുതുകയും അവരുടെ ക്ഷേമം ഉറപ്പിക്കുകയും ചെയ്തത് ആര്? മൊർദെഖായി ആണ് പ്രധാനമായിട്ട് ഇവിടെ നമുക്ക് ഓർക്കേണ്ടത് യഹൂദ ജനത്തെ കാണുന്നു. ഇനി യഹൂദന്മാരുടെ ശത്രു ആരായിരുന്നു? ഹാമാനാണ്. ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു കഴിഞ്ഞു. ഹാമാൻ എന്ന വ്യക്തി, അദ്ദേഹമാണ് ഈ മൊർദെഖായിക്ക് എതിരായിട്ടും യഹൂദ ജനത്തിനെതിരായിട്ട് നിന്ന അഹശ്വേരോശ് രാജാവിൻ്റെ രാജകൊട്ടാരത്തിലെ യഹൂദന്മാരുടെ പ്രധാന ശത്രുവായിട്ട് നമ്മൾ കാണുന്നത് ഹാമാൻ എന്ന അദ്ദേഹമാണ്. അദ്ദേഹം ഒരു വലിയ പ്രഭുവായിരുന്നു. എല്ലാ പ്രഭുക്കന്മാരെക്കാളും ഉന്നത സ്ഥാനം വഹിച്ചിരുന്ന, രാജകൊട്ടാരത്തിൽ ഉന്നത സ്ഥാനം വഹിച്ചിരുന്ന ഒരു പ്രഭുവാണ് ഹാമാൻ എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് ഒരു പ്രധാനമായിട്ടുള്ള ഒരു ചോദ്യം ആ ഒരു പാരഗ്രാഫിൽ അല്ലെങ്കിൽ ഈ ഒരു 2ാമത്തെ പോയിന്റിൽ നിന്ന് നമുക്ക് ചോദിക്കുവാനായിട്ട് ലഭിക്കുവാനുള്ളത്, ദൈവജനത്തിന് അന്യോന്യം ഉണ്ടാവേണ്ട കരുതലും ധാർമ്മികതയും എസ്തേറിന്റെ പുസ്തകത്തിലൂടെ വ്യക്തമാക്കുന്നത് എന്ത്? അപ്പം ഈ ഒരു പാരഗ്രാഫിനെ എക്സ്പ്ലെയിൻ ചെയ്താണ് പ്രധാനമായിട്ട് എഴുതേണ്ടത്. ഒന്നാമതായിട്ട് നാം പോയിന്റ് ഔട്ട് ചെയ്യേണ്ടത് യഹൂദന്മാർ പ്രവാസ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു, അതായത് പ്രവാസ കാലഘട്ടത്തിൽ അവരുടെ ഒരു പൊതു സ്വഭാവം എന്തായിരുന്നു? പരസ്പരമുള്ള കരുതലുകൾ ഉള്ളവരായിരുന്നു. ഇനി 2ാമതായിട്ട് എസ്തേർ എന്താണ് ചെയ്തത്? എസ്തേറിൻ്റെയും പരസ്പരം ഉണ്ടാകേണ്ട, യഹൂദന്മാർക്കുണ്ടാകേണ്ട ഒരു കരുതലും ധാർമ്മിക ബോധവും എസ്തേറും കാണിക്കുന്നുണ്ട്. യഹൂദന്മാർക്ക് കോമൺ ആയിട്ടുണ്ടായിരുന്ന ഒരു സ്വഭാവമുണ്ട്, അതോടൊപ്പം തന്നെ എസ്തേറും ഈ ഒരു സ്വഭാവം കാണിക്കുന്നതായിട്ട് നമുക്കറിയാം. ഇവിടെ എസ്തേർ സ്വന്തം ജനത്തിന് വേണ്ടി മരിക്കുവാൻ വേണ്ടി പോലും തയ്യാറായിട്ടാണ് എസ്തേർ രാജസന്നിധിയിൽ ചെല്ലുന്നത്. കാരണം എസ്തേർ ഒരു യഹൂദ സ്ത്രീ ആണ് എന്ന് അറിയിക്കാതെയാണ് രാജ്ഞി പദത്തിലേക്ക് എത്തപ്പെടുന്നത്. കാരണം ഒരു യഹൂദ സ്ത്രീയാണെന്ന് അറിഞ്ഞാൽ ഒരുപക്ഷെ എസ്തേറിൻ്റെ ജീവൻ തന്നെ അവിടെ നഷ്ടപ്പെടുവാനായിട്ട് ഇടയാകും. അപ്പോഴത് പറയാതെ തന്നെയാണ് എസ്തേർ രാജാവിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുകയും രാജാവിൽ നിന്ന് പ്രീതി സമ്പാദിക്കുകയും അങ്ങനെ യഹൂദന്മാരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഹർജി സമർപ്പിക്കുകയും ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ സ്വന്തം ജനത്തിന് വേണ്ടി മരിക്കുവാൻ പോലും തയ്യാറായിട്ട് നിൽക്കുന്ന എസ്തേറും നമുക്ക് കാണിച്ചു തരുന്നത് ഈ പരസ്പരമുള്ള കരുതലിൻ്റെ ധാർമ്മികതയാണ് നമുക്കിവിടെ കാണിച്ചു തരുന്നത്. അപ്പോൾ അതാണ് 2ാമത്തെ പോയിന്റ്. ഇനി 3ാമത്തെ പോയിന്റിലേക്ക് നാം കടക്കുമ്പോൾ ഇവിടെ പ്രധാനമായിട്ട് 3 കാര്യങ്ങളുടെ ഇമ്പോർട്ടൻസ് ആണ് കാണുന്നത്. അതായത് നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിന് പരിഹാരമായിട്ട് പോലും ഏത് ക്രിസ്ത്യാനിക്കും ഏത് വിശ്വാസിക്കും നമുക്ക് എടുക്കുവാൻ തക്കവണ്ണമുള്ള 3 കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. 1 അനുതാപം, 2 പ്രാർത്ഥന, 3 ഉപവാസം. ഈ 3 കാര്യങ്ങളാണ് പ്രവാസകാലത്തിൽ, അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ഓർത്തിരിക്കുക. പ്രവാസകാലത്ത് യഹൂദന്മാർക്കുള്ള പ്രതിസന്ധികൾക്ക് പരിഹാര മാർഗം എന്തായിരുന്നു? അവർ തന്നെ കണ്ടുപിടിച്ച ഒരു പരിഹാര മാർഗമാണ് അനുതാപം, പ്രാർത്ഥന, ഉപവാസം. അപ്പോൾ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എങ്ങനെയാണ് ഇവർ ഈ ഒരു 3 കാര്യങ്ങളെ ഇവരുടെ ജീവിതത്തിലെ പ്രതിസന്ധിക്ക് പരിഹാരമായിട്ട് കാണുന്നത് എന്നാണ് ആ ഒരു പോയിന്റിൽ പ്രധാനമായി പറയുന്നത്. അതിൽ പറയുന്നത് മൊർദെഖായി എന്തു ചെയ്തു, അതുപോലെ യഹൂദന്മാർ എന്ത് ചെയ്തു, എസ്തേർ എന്ത് ചെയ്തു. ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഇവിടെ വ്യക്തമാക്കുക എന്ന് ചോദിച്ചാൽ പ്രവാസ കാലഘട്ടത്തിൽ യഹൂദന്മാർക്കുള്ള പ്രതിസന്ധികൾക്കുള്ള പരിഹാര മാർഗം എന്ത് എന്ന് വ്യക്തമാക്കുക എന്ന് ചോദിച്ചാൽ ഈ 3 പോയിന്റ് നമ്മൾ 3 പേരുടെ ഇടയിലായിട്ട് ഓർക്കുക. 1 മൊർദെഖായി എന്താണ് ചെയ്തത്? ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു യഹൂദന്മാരുടെ നശിപ്പിക്കുവാനുള്ള ഈ നീക്കം അറിഞ്ഞ മൊർദെഖായി പെട്ടെന്ന് തന്നെ ഉച്ചത്തിൽ നിലവിളിച്ച് തൻ്റെ വസ്ത്രമൊക്കെയും വലിച്ചു കീറി രട്ടെടുത്ത് വെണ്ണീറിൽ കിടക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ യഹൂദന്മാരുടെ ഇടയിലും ആകെ ദുഃഖവും കരച്ചിലും വിലാപവും ഒക്കെയായി അവർ പ്രാർത്ഥനാപൂർവ്വം കഴിച്ചുകൂട്ടുന്നതായിട്ട് കാണാൻ സാധിക്കും.
അതുപോലെ തന്നെ എസ്തേർ 3 ദിവസമാണ് എസ്തേർ, 3 രാവും 3 പകലുമാണ് എസ്തേറിന് വേണ്ടി ഉപവാസം. എല്ലാവരും യഹൂദന്മാർ ഒന്നടങ്കം എസ്തേറിന് വേണ്ടി ഉപവാസം അനുഷ്ഠിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. 3 ദിവസം രാവും പകലും ഒന്നും തിന്നാതെ എസ്തേറിന് വേണ്ടി ഉപവസിക്കുവാൻ യഹൂദന്മാരോട് ആവശ്യപ്പെടുകയും അങ്ങനെ ആ ദിവസങ്ങളിലാണ് എസ്തേർ രാജാവിൻ്റെ സന്നിധിയിലേക്ക് പോയിട്ട് ഈ ഒരു പെറ്റീഷൻ സമർപ്പിക്കുവാൻ, യഹൂദന്മാരെ രക്ഷിക്കുന്നതിനാവശ്യമായുള്ള കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് എസ്തേർ പോകുന്നത്, രാജസന്നിധിയിൽ പോയി സംസാരിക്കുവാൻ പോകുന്നത് അപ്പോഴാണ്. അപ്പോൾ യഹൂദന്മാരുടെ ജീവിതത്തിൽ ഈ പ്രതിസന്ധി നേരിടുവാൻ അവരെടുത്ത 3 കാര്യങ്ങൾ: അനുതാപം, പ്രാർത്ഥന, ഉപവാസം. ഇനി അടുത്ത 4ാമത്തെ പോയിന്റ്, അഹങ്കാരത്തിന് ദൈവം നൽകുന്ന മറുപടി. ഇവിടെ പ്രധാനമായിട്ട് ഈ അഹങ്കാരത്തിന് പ്രധാനമായിട്ട് നാം കാണുന്നത് ഹാമാനെ കുറിച്ചാണ്. ഈ ഒരു പോയിന്റിൽ പ്രധാനമായിട്ട് കാണുന്നത് 4ാമത്തെ പോയിന്റായിട്ട് വരുന്നത് ഹാമാൻ എന്ന കഥാപാത്രത്തിന്റെ അഹങ്കാരം, അതിന് ലഭിച്ചതായ തക്കതായ ശിക്ഷയെയും കുറിച്ചാണ് എസ്തേറിന്റെ പുസ്തകം നമുക്ക് കാണിച്ചു തരുന്നത്. ഇപ്പോൾ ഹാമാന് പറ്റിയത് എന്താണെന്ന് വെച്ചാൽ, പെട്ടെന്നുള്ള ആ ഒരു സ്ഥാനക്കയറ്റം ലഭിച്ചപ്പോഴും ഹാമാൻ ഒരു അഹങ്കാരത്തിലേക്ക് വീണു പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ അഹങ്കാരം മൂത്തപ്പോഴാണ് എല്ലാവരും ഹാമാനെ വന്ന് നമസ്കരിക്കണം എന്നുള്ള ഒരു ആജ്ഞയും കൂടി രാജാവ് പുറപ്പെടുവിക്കുകയും അതോടൊപ്പം തന്നെ അഹങ്കാരം വർദ്ധിച്ച ഹാമാൻ, ആ സമയത്താണ് മൊർദെഖായി ഹാമാനെ വന്ദിക്കുവാനായിട്ട്, തല കുമ്പിടുവാനായിട്ട് വിസമ്മതിക്കുന്നതും. അഹങ്കാരിയായ ഹാമാൻ മൊർദെഖായിയെ മാത്രമല്ല, മൊർദെഖായിയുടെ വംശത്തെ അപ്പാടെ തകർക്കുവാനായിട്ടുമുള്ള ഗൂഢാലോചനകൾ നടത്തുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. അതാണ് അഹങ്കാരം. എന്നാൽ ഏറ്റവും ഒടുവിലായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഹാമാൻ മൊർദെഖായിക്ക് വേണ്ടി തയ്യാറാക്കിയ കഴുമരം ഹാമാന് തന്നെ ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ നമുക്കറിയാം എന്തുകൊണ്ടാണ് ഹാമാനോട് മൊർദെഖായി ആദരവ് കാട്ടാത്തത്. നമ്മൾ ചിന്തിക്കും, ബാക്കി എല്ലാവരും ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എന്തിനാണ് അങ്ങനെ ഒരു ക്ലാഷ് അവിടെ വരുന്നത്? അതിനൊരു പ്രധാന കാരണം ഉണ്ട്. ഒന്നാമതായിട്ട് ചിന്തിക്കേണ്ടത്, ഈ ഹാമാന്റെ വംശപരമ്പര ഏതായിരുന്നു? ഹാമാന്റെ വംശപരമ്പര അല്ലെങ്കിൽ ആരുടെ പരമ്പരയിൽ ഉൾപ്പെട്ടിരുന്നു? അതൊന്ന് ഓർക്കുക. അമാലേക്യരുടെ രാജാവായിരുന്ന ആഗാഗിന്റെ പരമ്പരയിൽപ്പെട്ട ആളാണ് ഹാമാൻ. അപ്പോൾ എന്തുകൊണ്ടാണ് ഹാമാൻ ആഗാഗിന്റെ പരമ്പരയിലാണെങ്കിൽ പോലും എന്തുകൊണ്ടാണ് ഹാമാനോട് മൊർദെഖായിക്ക് ദേഷ്യം തോന്നുവാൻ കാരണം, അല്ലെങ്കിൽ ആദരവ് കാണിക്കാതിരുന്നത്? കാരണം ഇസ്രയേൽക്കാരുടെ ഒരു ശത്രുപക്ഷത്തിലുള്ളവരാണ് ഈ അമാലേക്യരുടെ രാജാവായ ആഗാഗിന്റെ വംശപരമ്പര എന്ന് പറയുന്നത്. അപ്പോൾ ഇസ്രയേലിന്റെ ശത്രു പരമ്പരയിൽ പെട്ട ഒരാളായതുകൊണ്ടാണ് യഹൂദനായ മൊർദെഖായി യഹൂദനുമായതുകൊണ്ട് ഹാമാനോട് ആദരവ് കാട്ടുന്നതിന് മൊർദെഖായി വിസമ്മതിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ ഹാമാന്റെ വീഴ്ചയ്ക്ക്, ദൈവത്തെ മറന്നുള്ള ഹാമാന്റെ പ്രവൃത്തി തന്നെ ഹാമാന്റെ വീഴ്ചയ്ക്ക് കാരണമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. ഹാമാന്റെ ഭാര്യയുടെ പേര്, ഹാമാന്റെ ഭാര്യ പോലും ഹാമാനെ ഒന്ന് തിരുത്തുവാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഹാമാന്റെ ഭാര്യയുടെ പേരാണ് സോരഷ് പറയുന്നുണ്ട്, അവൻ്റെ എല്ലാ സ്നേഹിതരും അവൻ യഹൂദ വംശനാകുന്നു എങ്കിൽ നീ അവനെ ജയിക്കുകയില്ല, അവനോട് തോറ്റു പോകുകയുള്ളൂ എന്ന് ഈ ഭാര്യ പറയുന്നതായിട്ട്, അത് മറ്റുള്ളവരെല്ലാവരും പറയുന്നുണ്ട്, ഇവർ യഹൂദ വംശക്കാരനായിരുന്നു, അതുകൊണ്ട് നീ അവരോട് മത്സരിക്കാൻ പോയാലും പരാജയപ്പെട്ടു പോവുകയുള്ളൂ, അതുകൊണ്ട് പിന്മാറണം എന്നൊക്കെയും ഈ ഹാമാന്റെ ഭാര്യയായ സോരഷ് പറയുന്നു. എന്നാൽ അതുപോലും കേൾക്കുവാനായിട്ട് ഹാമാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ ആ ഒരു അഹങ്കാരത്തിന് ലഭിക്കുന്ന ഒരു പതനമാണ് ഹാമാന്റെ നാശം എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ മറ്റൊരു കാര്യം, ആ ഒരു പാരഗ്രാഫിൽ അവസാനമായിട്ടുള്ള ഒരു ചോദ്യം, ഹാമാന്റെ കാര്യത്തിൽ സത്യമായ വേദവാക്യം ഏത്? സദൃശ്യവാക്യങ്ങൾ 16:18 ഹാമാന്റെ കാര്യത്തിൽ സത്യമായ വേദവാക്യം. എന്താണ് ആ വേദവാക്യം? നാശത്തിനു മുൻപേ ഗർവം, വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നത ഭാവം. ഈ ഒരു വേദവാക്യമാണ് ഹാമാന്റെ കാര്യത്തിൽ സത്യമായി തീർന്ന വേദവാക്യമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇനി അടുത്തതായിട്ട് 5ാമത്തെ പോയിന്റായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, വിമോചനത്തിനായി നിയോഗിക്കപ്പെടുന്ന വനിത.
ഇവിടെ ആദ്യമേ ഞാൻ ഓർപ്പിച്ചതുപോലെ എസ്തേറിനെയാണ് ഇവിടെ വിമോചനത്തിനായിട്ട് വിളിക്കപ്പെട്ട വനിതയായിട്ട് കാണുന്നത്. ഒരു പ്രധാനമായിട്ട് ഉള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് വിമോചനത്തിനായി നയിക്കപ്പെടുന്ന വനിത എന്ന് എസ്തേറിനെ വിളിക്കുവാൻ കാരണമെന്ത്? അപ്പോൾ ഇവിടെ നമുക്ക് എസ്തേറിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ നമുക്കറിയാം, എസ്തേർ മൊർദേഖായി ആണ് എസ്തേറിന് വളർത്തപ്പൻ അല്ലെങ്കിൽ വഴികാട്ടിയായിട്ട് നടന്നത് മൊർദേഖായി ആണ്. അപ്പോൾ ഈ ഒരു രാജ്ഞി പദത്തിലേക്ക് എത്തുവാനും യഹൂദന്മാരുടെ രക്ഷയ്ക്ക് വേണ്ടി എസ്തേറിനെ പ്രിപ്പയർ ചെയ്യുന്നതൊക്കെയും മൊർദേഖായി ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു വിളിക്കായി, ഇങ്ങനെ ഒരു നിയോഗത്തിനായിട്ട് എസ്തേർ ഒരുക്കപ്പെട്ടു എങ്കിൽ എസ്തേറിന് ചില പ്രത്യേക സ്വഭാവ വിശേഷതകളും ഇങ്ങനെ വിളിക്കപ്പെടുവാനുള്ള ചില പ്രത്യേക കാരണങ്ങളുമാണ് ആ ഒരു പാരഗ്രാഫിൽ മുഴുവനായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇവിടെ പ്രധാനമായി എസ്തേറിന്റെ ചില നല്ല ഗുണങ്ങൾ പറയുന്നത് അനുസരണ, മിതത്വം, സ്വന്തം ജനത്തെക്കുറിച്ചുള്ള എരിവ് എന്നിവയെല്ലാം ഇവളിലുണ്ട്. അതാണ് ഒന്നാമത്തെ ഒരു പോയിന്റ്. എസ്തേറിനെ വിമോചനത്തിനായി നിയോഗിക്കപ്പെട്ട വനിത എന്ന് വിളിക്കുവാനുള്ള ഒന്നാമത്തെ കാര്യം അനുസരണ, മിതത്വം, സ്വന്തം ജനത്തെക്കുറിച്ചുള്ള എരിവ് എന്നിവയെല്ലാം എസ്തേറിൽ ഉണ്ടായിരുന്നു. ഇനി രണ്ടാമതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് സ്വജീവനേക്കാൾ ഉപരിയായി യഹൂദ ജനത്തെ സ്നേഹിച്ചവളായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിമോചനത്തിനായിട്ട് എസ്തേർ തന്നെ വിളിക്കപ്പെടുവാനായിട്ട് കാരണം. അപ്പം നമുക്കറിയാം, രാജാവിൻ്റെ സന്നിധിയിലേക്ക് പോകുവാൻ യഹൂദന്മാർ നേരിടുന്ന ഈ പ്രശ്നത്തെക്കുറിച്ച് പറയുവാനായിട്ട് അഹശ്വേരോശ് രാജാവിൻ്റെ സന്നിധിയിലേക്ക് എസ്തേർ പോകുന്നത് തന്നെ എസ്തേറിൻ്റെ ജീവന് ഭീഷണിയായിട്ടാണ്. കാരണം യഹൂദ സ്ത്രീയാണ് എന്ന് പറയുന്നില്ല, മറിച്ച് വീണ്ടും അത് വെളിപ്പെടുത്തുമ്പോൾ ലഭിക്കാവുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്നുള്ളത് സ്വന്തം ജീവൻ തന്നെ നഷ്ടപ്പെടുമെന്നുള്ള അവസ്ഥയാണ്. അങ്ങനെ സ്വന്തം ജീവനേക്കാൾ ഉപരി യഹൂദ ജനത്തെ സ്നേഹിച്ചവൾ എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ്. വിമോചനത്തിനായി എസ്തേർ നിയോഗിക്കപ്പെടുവാനുള്ള രണ്ടാമത്തെ പോയിന്റ്. ഇനി അടുത്തതായിട്ട് മൂന്നാമത്തെ പോയിന്റായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എസ്തേർ നേടിയ ബലം എങ്ങനെയാണ്. ലോകപ്രകാരമുള്ള ഒരു ബലമല്ല എസ്തേർ നേടിയത്. എസ്തേർ തീവ്രമായ ഉപവാസം എടുക്കുന്നവളായിരുന്നു. അങ്ങനെ തീവ്രമായ ഉപവാസത്താൽ ബലം നേടിയവളായതുകൊണ്ടാണ് ഇങ്ങനെയൊരു വിമോചനത്തിനായിട്ട് നിയോഗിക്കപ്പെടും. ചില നിയോഗങ്ങൾക്ക് വേണ്ടിയൊക്കെ തിരഞ്ഞെടുക്കപ്പെടണമെങ്കിൽ ചില പ്രത്യേക ഗുണങ്ങളും ദൈവാശ്രയവും ആവശ്യമാണ് എന്നുള്ളത് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. അങ്ങനെ തീവ്രമായ ഉപവാസത്താൽ ബലം നേടിയവളാണ് എസ്തേർ എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ പോയിന്റായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് മൊർദേഖായിക്ക് രാജസന്നിധിയിൽ സ്വീകാര്യത ഏറ്റിയവളാണ് എസ്തേർ. അതുപോലെ തന്നെ യഹൂദ ജനത്തിന് സ്വന്തം വിവേകത്താൽ സംരക്ഷണം ഒരുക്കിയവളാണ്. സ്വന്തം ജനത്തിന് മൊത്തമായിട്ട് ഒരു സംരക്ഷണം നൽകുന്നതായിട്ട് നമുക്ക് എസ്തേർ ഒരു സംരക്ഷണം ഒരുക്കിയവളായിട്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. സ്വന്തം വിവേകത്താൽ സംരക്ഷണം ഒരുക്കിയിരിക്കുന്നു, അവരുടെ വിമോചനത്തിന് വഴിയൊരുക്കിയവൾ. അതുപോലെ തന്നെ ഏറ്റവും അവസാനത്തെ പോയിന്റാണ് വലിയ ചുമതലകൾ ഉചിതമായി നിറവേറ്റുന്ന ഒരു വനിത ആയതിനാലുമാണ് വിമോചനത്തിനായിട്ട് എസ്തേർ നിയോഗിക്കപ്പെടുവാനായുള്ള കാരണം എന്ന് പറയുന്നത്. അങ്ങനെ ഒന്നാമത്തെ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. ഏകദേശം ഒരു 20ഓളം ക്വസ്റ്റ്യനുകൾ ഈ ഒരു ഒന്നാമത്തെ ചോദ്യത്തിൽ നിന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വീണ്ടും അത് ശ്രദ്ധിക്കുക. ഒരു കാര്യം കൂടി ഞാൻ ഓർപ്പിച്ചു കൊള്ളട്ടെ. പലരും ഈ വീഡിയോയുടെ ലിങ്ക് കണ്ടിന്യൂസ് ആയിട്ട് ലഭിക്കുന്നില്ല എന്ന് പലപ്പോഴായി മെസ്സേജുകളായിട്ട് ഞാൻ കാണുന്നുണ്ട്. പലരും പേഴ്സണലായിട്ടും ചോദിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോസ് ക്ലാസ് വൈസ് അനുസരിച്ച് ലഭിക്കുന്നതിനായിട്ട് എൻ്റെ നുഹ്റോ എന്നുള്ള ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പേഴ്സണലായിട്ട് ഓരോരുത്തർക്കും അയച്ചു തരുവാനായിട്ട് ചിലപ്പോഴൊക്കെ മിസ്സാവുന്നത് കൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. കുറേ പേര് കഴിഞ്ഞ തവണത്തേത് പലതും കണ്ടിന്യൂറ്റി ആയിട്ട് കിട്ടുന്നില്ല, അയച്ചു തരാമോ എന്ന് ചോദിച്ചത് കൊണ്ട് മാത്രമാണ് ഞാനിതിവിടെ പറയുന്നത്. ദയവായി അക്കാര്യം കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ ഏവർക്കും എല്ലാവിധമായിട്ടുള്ള ദൈവാനുഗ്രഹങ്ങളും ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുന്നു.